മോളിവുഡിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പുതിയതായി OTTയിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളാണ് നിങ്ങൾക്കായി ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം ഹൈപ്പും പ്രസ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ മൂവി 2025 റിലീസ് ചെയ്തൊരു മലയാളം മൂവിയാണ് മധുരക്കണക്ക്. ഹരീഷ് പേരടി, ഇന്ദ്രൻസ്, ഹരീഷ് കണാരൻ, സെന്തിൽ കൃഷ്ണ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. രാധേ ശ്യാംവിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ മൂവി ഒരു സസ്പെൻസ് ഹ്യൂമറാണ്. ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സസ്പെൻസുകളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 4 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് കില്ലർ വെയിൽ. 2026 ജനുവരി 14 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ലയൺസ് ഗേറ്റ് ആണ് ഈ സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മൂവി ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ 3 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. 2026 ഫെബ്രുവരിയിൽ റിലീസ് ചെയ്തൊരു ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ മൂവിയാണ് സ്ക്രീം 7. സിഡ്നി പ്രസ്കോട്ടിന്റെയും മകളുടെയും ജീവിതത്തിലേക്ക് ഗോസ്റ്റ് ഫേസ് കൊലയാളി എത്തുന്നതാണ് സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓപ്ഷനിൽ മാർച്ച് 31 മുതൽ ഇന്ന് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് 20 Years Later എന്ന സീരീസിലെ 4ാമത്തെ ചിത്രമായ 20 Years Later The Bone Temple. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ മൂവി ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇന്ന് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് വൈറ്റ്. മമ്മൂട്ടി, ഹുമ ഖുറേഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഉദയ് അനന്തൻ സംവിധാനം ചെയ്ത മൂവിയാണ് വൈറ്റ്. 2016 റിലീസ് ചെയ്ത ഈ മൂവി ഒരു പരാജയമായിരുന്നു. ഇറോസി യൂട്യൂബ് ചാനലിലൂടെ ഈ മൂവി ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് വട്ടം. കെന്തിരൻ വി സംവിധാനം ചെയ്ത് 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് വട്ടം. തമിഴ്നാട്ടിലെ കാളയോട്ട മത്സരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. വിമൽ, നട്ടിരാജ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. ഏപ്രിൽ 3 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു അമേരിക്കൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ് ട്രാഷ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം മൂവി ആശാൻ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ കോമഡി ഡ്രാമ ഫിലിമാണ് ആശാൻ. ഇന്ദ്രൻസിനെ കൂടാതെ ജോമോൻ ജ്യോതിർ, മദൻ ഗൗരി, ടോബി തിലകൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരുടെയും കഥയാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്ക്, അതായത് ഏപ്രിൽ മാസം 3-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഡോളി. ക്രൂരമായ കൊലപാതകങ്ങളും ഭയപ്പെടുത്തുന്ന രംഗങ്ങളും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് വധ് 2. വധ് എന്ന ക്രൈം ത്രില്ലർ ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് വധ് 2. ഒരു കുറ്റകൃത്യവും അതിന്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 3 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ഗ്രഹണം 2.0. ആനന്ദ് പാഗയുടെ സംവിധാനത്തിൽ 2026 പുറത്തിറങ്ങിയ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഗ്രഹണം 2.0. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ബൈ ഓർ റെന്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് സെൻഡ് ഹെൽപ്പ്. ഒരു സർവൈവൽ ത്രില്ലർ ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ഹൊറർ കോമഡി ത്രില്ലർ ചിത്രമാണ്. പ്രശസ്ത സംവിധായകനായ സാം റെയ്മിയാണ് ഈ സിനിമയുടെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ലിൻഡയും ബ്രാൻഡ്ലിയും വിമാനം തകർന്ന് വിജനമായ ഒരു ദ്വീപിൽ അകപ്പെടുന്നതും അതുമൂലമുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമയിലെ പ്രധാന ആകർഷണം. ആമസോൺ പ്രൈം വീഡിയോസാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 31 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മലയാളം മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. 2025 ഡിസംബറിൽ റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് മനോരമ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കോടെ, അതായത് ഏപ്രിൽ 3-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു തമിഴ് മൂവിയാണ് തായ്ക്കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശിന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ്ക്കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 14 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് യൂഫോറിയ. ഗുണശേഖരന്റെ സംവിധാനത്തിൽ ഭൂമിക ചൗള, സാറ അർജുൻ, ഗൗതം വാസുദേവ് മേനോൻ, വിഘ്നേഷ് റെഡ്ഡി എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഒരു സോഷ്യൽ ഡ്രാമ ഫിലിമാണ് യൂഫോറിയ. ഇന്നത്തെ തലമുറയിലെ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ TVനിലൂടെ ഏപ്രിൽ 2 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തായ് സീരീസാണ് ദ റെഡ് ലൈൻ. ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ദ റെഡ് ലൈൻ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു കൊറിയൻ സീരീസാണ് ബ്ലഡ് ഹൗണ്ട്സ് സീസൺ 2. ഒരു ആക്ഷൻ സീരീസാണ് ബ്ലഡ് ഹൗണ്ട്സ് സീസൺ 2. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 3 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.